കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡന് ആർ ലക്ഷ്മി ഇടുക്കി കലക്ടർക്ക് നൽകിയ റിപ്പോർട്ട് വിവാദിച്ചു. റിപ്പോർട്ട് വന്യമൃഗ സംരക്ഷണത്തിന്റെ നാളെ തൊട്ട് കുളിച്ചാലേ ചായ കിട്ടാ. എന്താ നാളെ മുതൽ നോമ്പ് തുടങ്ങണം. എന്താ മിണ്ടാത്തെ? ഒന്നുമില്ല. നിങ്ങൾ ഈ വെറുതെ ആളുകളെ താല്പര്യമില്ലാത്ത ആളുകളെ പിരികേറ്റിട്ട് ശബരിമല കേൾക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ എന്തായാലും പറഞ്ഞല്ലോ. എന്താ താല്പര്യം ഇല്ലാത്ത ഏട്ടാ? പിന്നെ പോവാം. പിന്നെ പോവാന്ന് പറഞ്ഞിട്ട് കൊറേ വർഷമായി ഇങ്ങനെ മാറ്റി വയ്ക്കണു. ഇനി നടക്കില്ല. എന്തൊരു കഷ്ടാന്ന്. എന്തിനാ നിങ്ങൾ ഈ നിർബന്ധിക്കാൻ നിൽക്കണത്? നിങ്ങൾ എന്തിനാന്ന് ഇങ്ങനെ ദൈവത്തെ നിന്ദിച്ച് പറയണത്? മാത്രല്ല അതിനൊക്കെ പോണെങ്കിൽ ഒരുപാട് തയ്യാറെടുപ്പ് വേണം. തയ്യാറെടുപ്പ് വേണം. ഒന്നുമില്ല, നാളെ മുതൽ വ്രതം. 10-41 ദിവസം നോമ്പ് വേണമെന്ന്. നോമ്പ് വേണം. അതല്ലേ ഞാൻ പറഞ്ഞേ, നാളെ തൊട്ടാന്ന്. അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ 10-41 ദിവസം? പിന്നെന്താ ചെയ്യാൻ പറ്റും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഏട്ടാ തമാശ കളിക്കല്ലേ. ഇത്തവണ എന്തായാലും പോയേ പറ്റുള്ളൂ. തക്കളിക്ക് ഈ വർഷം കൂടിയേ പോകാൻ പറ്റുള്ളൂ. അവളെ കൊണ്ടുപോയേ പറ്റുള്ളൂ. അവളെ അവര് കൊണ്ടുപോകോളും. ആര്? നാത്തൂനല്ലാന്ന് ക്ലീറ്റസിലെ അവിടെ നടക്കണ ആരുമില്ലും പറയട്ടാ. അതെ, ക്ലീറ്റോ ചേട്ടൻ കൊണ്ടുപോകുന്നില്ല. എന്താ കൊണ്ടുപോയാലും ശബരിമലക്ക് എല്ലാവർക്കും പോവാം. അവിടെ ജാതി മതമൊന്നുമില്ല. എല്ലാവർക്കും പോവാലോ. പിന്നെന്താ? ക്ലീറ്റോ ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ വന്നോട്ടെ. ഏട്ടനും പോണം എന്തായാലും. കൊച്ചിനെ കൊണ്ടുപോകണമെങ്കിൽ അവൻ പൊക്കോളും. കൊച്ചിനെ കൊണ്ടുപോലും മാത്രല്ല, ഏട്ടനും പോണം. എന്തൊരു കഷ്ടായി പറയണത്. ഇന്നലെ അതിന്റെ പേരിൽ ഒരു വഴക്ക് കഴിഞ്ഞിട്ടാ. അതന്നെ ഞാൻ പറഞ്ഞ, അമ്മയുടെ ഇന്ന് നല്ലത് കിട്ടും. അമ്മ രണ്ടും കൽപ്പിച്ചേക്കണ. ഇത്തവണ എന്തായാലും പോയേ പറ്റുള്ളൂ. നാളെ മുതൽ വ്രതം. കേട്ടല്ല? എന്താ മൂളാത്തെ? ക്ലീറ്റസിനോടും കൂടെ പറ. എന്തിനാ ക്ലീറ്റസിനോട് പറയണേ? അല്ലാതെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോണത്? ഒറ്റയ്ക്കല്ല, തക്കളിയും കൊണ്ടാ പോണ്ടേ. ക്ലീറ്റോ ചേട്ടൻ വരുവോ അതിന്? അവനോട് ചോദിച്ചു നോക്ക്. എന്താ അവൻ വരാതെ? അവന്റെ ഒച്ചല്ലേ? എന്നാ ഏട്ടൻ ചോദിക്ക്. ഞാൻ ചോദിക്കുന്നില്ല, നീ ചോദിച്ചു. എന്താ? അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോളാം. പിന്നെ എപ്പോഴും ചോദിക്കാം. പിന്നെ എപ്പോഴെങ്കിലും അല്ല, ഇപ്പൊ തന്നെ ചോദിക്കണം. എനിക്കറിയാം നിങ്ങൾ ചോദിക്കില്ലാന്ന്. ഞാൻ പോയി ചോദിച്ചോളാം. നീ ഒന്ന് എണീറ്റ് പോയതിന്റെ മുന്ന്. ഞാൻ എണീറ്റ് പോവല്ല, ഞാൻ പോയി ചോദിച്ചിട്ട് വരും. നാളെ മുതൽ എന്തായാലും വ്രത. അങ്ങനെ ഉണ്ട് ഒരു മടി. നാത്തൂനെ ഇനി വന്നേ. എന്താ ഏട്ടന് ഇത്തവണ ശബരിമല പോവില്ലെന്ന്. പോവില്ലേ? എന്താ കാര്യം? ഇത്തവണത്തെ പുതിയ നമ്പർ എന്താണെന്നറിയോ? ക്ലീറ്റോ ചേട്ടൻ വന്നാലേ പോവുള്ളൂ. ഓഹോ, അതാകുമ്പോ ഒരിക്കലും നടക്കൂലല്ലോ. തക്കളിയെ കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ. ഈ വർഷം കൂടിയല്ലേ അവക്ക് പറ്റുള്ളൂ. അത് പറഞ്ഞിട്ട് പോലും കേൾക്കണില്ല. അവനെന്തായാലും വിളിച്ചേ. വന്നേ. എന്താന്ന് ഞാൻ അങ്ങോട്ടാ ചോദിക്കണ്ടേ. ഇവിടെ അവിടെ എന്താ ഉദ്ദേശം? പിന്നെ പോവാന്ന്, അടുത്ത വർഷം പോവാ. വേണ്ട, പിന്നിക്കണ്ട അങ്ങനെ. ഇപ്പൊ തന്നെ അങ്ങ് പൊക്കോളണം. എടാ എത്ര കൊല്ലടാ നീ മല ചവിട്ടിയിട്ട്. പണ്ടെങ്ങാനും കുഞ്ഞിരാച്ചനെ എടുത്തിട്ട് പോയതാ. ഞാൻ പോയപ്പോ അവനെ വിളിച്ച്, അവൻ വന്നില്ല. അവനെ അപ്പ ഫ്ലൂ പെടുവിട്ട്. ഇത് ഈ താല്പര്യമില്ലാത്ത ആളുകളെ എന്തിനാണ് ഇങ്ങനെ പിരിഞ്ഞു പറഞ്ഞ് പിരികേറ്റിട്ടൊക്കെ പറഞ്ഞയക്കാൻ നിൽക്കുന്നത്? എന്താ നിനക്ക് താല്പര്യം ഇല്ലാത്തത്? അവന് മലയ്ക്ക് പോകാൻ പറ്റൂലെന്ന്. മലയ്ക്ക് എന്താ? ഞാൻ പോവാറില്ലല്ലോ. എന്റെ ഒന്ന് പോയി ചെയ്ത പാവങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് വാ. ഇതിന്റെ പാട്ടിന് പോയ ക്ലീറ്റസ് അല്ലാണ്ട് ക്ലീറ്റോ ചേട്ടൻ വന്നാലേ പോവുള്ളൂന്ന്. വരാം വരാന്ന് പറഞ്ഞാൽ നിനക്കൊന്നും അവിടെ കയറി ചെല്ലാൻ പറ്റില്ല. ഒന്നീ വയസ്സാവണം, അല്ലെങ്കിൽ കൊച്ചായിരിക്കണം. ഈ ചെറുപ്പക്കാരൻ ഞാൻ വരാന്ന് നീ എങ്ങനെ പറയും? ഞാനല്ലേ വരേണ്ടത് തീരുമാനിക്കാനുള്ള. നിന്റെ കൊച്ചിനെ കൊണ്ടുപോകണമെങ്കിൽ നീ പോണം. കൊച്ചിനൊക്കെ വരാം. അതുപോലെയാണ് ഒരു സത്യക്രിസ്ത്യാനെ ഞാൻ ഇനി അയ്യപ്പനെ കാണാൻ പോണം. അയ്യപ്പനത് ഇഷ്ടപ്പെടൂല. അവിടെ അങ്ങനെ ഇല്ല. അയ്യപ്പനെ എല്ലാവരും ഒരുപോലെയാ. അല്ലാതെ ഒരാള് ക്രിസ്ത്യൻ ഒരാള് മുസ്ലിം അതൊന്നുമില്ല. അവിടെ ജാതി മതമൊന്നുമില്ല, ആർക്കും പോവാലോ. പക്ഷെ കുഴപ്പമുണ്ട്, അയ്യപ്പന് ഒരുപോലെയാണ്. പക്ഷെ ഞങ്ങളെ പുണ്യാളന്മാർക്ക് അത് ശരിയാവില്ല. അത് വലിയ പ്രശ്നം. ഒരു വർഗീയ ലഹള ഉണ്ടാവും. വേണ്ട, അത് വേണ്ട. പിന്നെ ആര് കൊച്ചിനെ കൊണ്ടുപോകും? കൊച്ചിനെ അളിയന്റെ കൂടെ കൊണ്ടുപോകണം. വിളിച്ച വരൂലെന്ന് നീ അറിഞ്ഞോണ്ടല്ലേടാ കൊച്ചെ നീ ചോദിക്കണം. നീനൊക്കെ പോയാലെന്താ അവള് വരൂലേ നിന്റെ കൂടെ? പിന്നെ അല്ലാണ്ട് എനിക്ക് പറ്റില്ല. ഞാൻ ഇത് പറഞ്ഞതാണ്. അളിയാ, നോക്കിയേ. ഇതിന്റെ വേറൊരു പ്രശ്നം എന്താ അറിയാമോ? 41 ദിവസത്തെ വ്രതം എങ്ങാണ്ട് ഇല്ലേ?
അതിനൊന്നും എന്നെ കിട്ടൂല അളിയോ. എനിക്ക് ഇച്ചിരി കടിച്ചതും പൊടിച്ചതും ഒക്കെ ഞാനൊരു നല്ല അച്ചായനാ. പിന്നെ വല്ലപ്പോഴും 2 അടിക്കണം. മീമാണം ഇല്ലാതെ ചോറ് തിന്നാൻ പോലും പറ്റൂല. ക്ലീറ്റോ ചേട്ടൻ വേണ്ട, ഏട്ടൻ പൊക്കോളും. നാളെ മുതൽ വ്രതമാണ് കേട്ടോ. മുഖം തെളിഞ്ഞില്ലല്ലോ. കളിയേ ഇല്ല. എന്താ നിന്റെ പ്രശ്നം? എന്താ നിനക്ക്? എന്നാ പിന്നെ ഞാൻ വേറൊരു ഐഡിയ പറയാം. അടുത്ത ഐഡിയ ഉണ്ട്. അല്ല എന്തായാലും ഇപ്പൊ കൊച്ചിനെ പറഞ്ഞയച്ചില്ലേ പറ്റൂ. അതെ, ഒക്കെ ഈ വർഷം കൂടി പോകാൻ പറ്റുള്ളൂ. നമുക്ക് അമ്മയും കൊച്ചിനെയും കൂടിയാണ് മാലടിച്ചിട്ട് നമ്മുടെ സ്വാമിമാരൊക്കെ പോണില്ല ഇവിടുന്ന്. അവരെ കൂട്ടത്തിനോട് പറഞ്ഞയച്ചാലോ? അങ്ങനെയാണെങ്കിലേ അമ്മാവനും കൂടെ കൂട്ടി വിടാം. അതന്നെ എന്നല്ലേ നീ പറയാൻ പോണത്? അതൊന്നും ശരിയാവൂല. കൊച്ചിനെ കൊണ്ടുപോകുമ്പോ നീ തന്നെ പോണം. നിങ്ങൾക്ക് നോണാവില്ല മനുഷ്യ ഇത് പറയാൻ. എവിടെ നിന്റെ മേത്ത് വേദന ബാധ കയറിയിട്ടുണ്ട്. അതായിട്ട് നിനക്ക് ഇങ്ങനെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റാത്തത്. അല്ല, കൊച്ചിനെ കൊണ്ടുപോലല്ലേ പ്രധാനം. അതല്ലേ ഇപ്പൊ നേർച്ചയുള്ളൂ. നിനക്ക് പോയാലും എന്താന്ന് എന്റെ എല്ലാത്തിനും പ്രാർത്ഥന കൊണ്ടാറ്റി ഇങ്ങനെ ഇരിക്കണത്. അല്ലെങ്കിൽ പണ്ടേ ഞാൻ പറയണില്ല. ശരിയാ ശരിയാ അളിയാ. എന്ന് ഇവരുടെയൊക്കെ പ്രാർത്ഥന കേട്ടെന്നിരിക്കൂല. വല്ലപ്പോഴും ഒക്കെ ചെന്നൊന്ന് പ്രാർത്ഥിക്ക്. ചെല്ലളിയാ. ഈ ദൈവനിന്ദ കൊണ്ടാന്നേ ഇങ്ങനെയൊക്കെ. എടാ നിന്റെ വിഷമൊക്കെ അവിടെ പോയി കരഞ്ഞു പറ ചെറുക്കാ നീ. അതെ അതെ, ഇപ്പൊ പോയി പറയളിയാ. ഇതിപ്പോ എത്ര ദിവസത്തെ നോമ്പ് വേണമെന്നപ്പോ നിങ്ങൾ പറയണത്? 41 ഒരാഴ്ച നോമ്പെടുക്കുക. വേണ്ട, ഒരു 3 ദിവസം എടുത്തിട്ട് പോകും. അല്ലെങ്കിൽ എടുക്കണ്ട. 3 ദിവസം എടുത്ത് പോകുന്ന ആളുകളുണ്ട്. അയ്യോ വേണ്ട വേണ്ട, അതും വേണ്ട. നിങ്ങൾ ഇവിടുന്ന് ഒരു വണ്ടി കയറി നേരെ അവിടെ പോയി ഇറങ്ങിക്കോ. 41 ദിവസത്തെ വ്രതം എടുത്തിട്ട് വേണം മലയ്ക്ക് പോവാൻ. എന്താണ് നിനക്ക് ഇത്ര വണ്ടി? അളിയാ വ്രതമൊക്കെ അതിന്റെ എടുക്കണം. ഒരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞേക്കാം. ഈ വർഷം നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ പിന്നത്തെ ഞാൻ പറയണില്ല, നിന്നെ കുടുംബത്തെ പറ്റൂല. ഉള്ള കാര്യം പറഞ്ഞേ. വേറെ കാര്യമുണ്ട്. 41 ദിവസത്തെ വ്രതം യവനെ കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിണ്ടാതിരിക്കാമോ എന്റെ പൊന്നു ക്ലീറ്റോ? ഇനി അങ്ങനല്ല, വ്രതം നമുക്ക് എങ്ങനെയെങ്കിലും നോക്കാം. പക്ഷെ മല കയറണ്ടേ? വേണ്ട, അവിടെ ചെന്നിട്ട് ഇങ്ങനെ നോക്കണം കേറണോ വേണ്ടിയോ എന്നിട്ട് ഇങ്ങനെ ഒച്ചത്തിന് വിളിക്കണം സ്വാമിയേന്ന്. അപ്പൊ ഇറങ്ങി വരും കനകനെ കാണാൻ. അതെ, അയ്യപ്പൻ വന്ന് കണ്ട് വേറൊരു സംഭവം ഉണ്ടല്ലോ അവിടെ. ഈ പിന്നെ നടക്കാൻ പറ്റാത്തവർക്ക് ഇത് തോളിലെടുത്തോണ്ട് പോണ ഒരു ട്രോളി. അയ്യേ, അത് വയസ്സന്മാർക്കുള്ളതാ. ഇപ്പൊ ഇവന് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു വയസ്സായി നല്ല അർത്ഥം. അതിനൊക്കെ 10,000-3,000 ഉറുപ്പിക കൊടുക്കണം. സംസാരിച്ചേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കളിയാ. ഓ എന്റെ കനക, നിന്നെ സമ്മതിച്ച് ഞാൻ. അളിയാ ഞാനിപ്പോ അടുത്ത ആഴ്ച ഇവിടെ പോകണല്ലോ കുരിശുമലയില്. നിങ്ങൾ എവിടെയെങ്കിലും പോകും. ആര് ചോദിച്ചു? എവിടെയെങ്കിലും പോയാൽ നിനക്ക് സമാധാനാവും അല്ലേ? ഇങ്ങനെ പോണു. എടാ നീ പറഞ്ഞിട്ട് പോടാ. പറഞ്ഞിട്ട് പോവോ? ആ പോവന്നെ, അല്ലാതെ എന്ത് ചെയ്യും? തീരുമാനിച്ചാ 41 ദിവസം മറക്കണ്ട. കൊച്ചനെ കൊണ്ടുപോയാലേ പറ്റൂ. അതെ, നാളെ തൊട്ട് വ്രതം കേട്ടോ. ബാ അല്ല ജമന്തി, വേറെ കാര്യം ചോദിച്ചോട്ടെ. ഈ വ്രതം എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിനും ശരീരത്തിനും നാക്കിനും ഒക്കെ വ്രതമല്ലേ? ഓ സമാധാനം. എനിക്ക് 41 ദിവസത്തേക്ക് സമസ്വസ്ഥമായിട്ട് നടക്കാം. ഇതിനെയൊക്കെ എവിടെയെങ്കിലും കൊണ്ട് കളയാ നല്ലത്. എടോ ഞാൻ ആകെ പെട്ടിരിക്കുകയാണെന്ന്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തുംപിടിയില്ല. എല്ലാവരും കൂടെ കൂടിയിട്ട് ഇപ്പൊ എന്നോട് മാലിടാനാ പറയണത്. ആ കൊച്ചിനെ കൊണ്ടുപോകണം, അതാണ് പ്രശ്നം. നിന്റെ വർത്താനം കേട്ട ഓർക്ക് വേണ്ട പുറപ്പെട്ടു പോകാനാണ്. ശബരിമലക്ക് പോകാനല്ലേ? അതെ, നല്ല കാര്യമല്ലേ അത്? പോണം, നല്ല കാര്യമൊക്കെ തന്നെ. പക്ഷെ ഈ അതിന്റെ വ്രതം ഉണ്ടല്ലോ, കഠിനായിട്ടുള്ള വ്രതാടോ. എന്ത് കഠിനം? നിനക്ക് ഞങ്ങളുടെ നോമ്പ് അറിയാമോ? ഉമ്മിനീര് ഇറക്കാൻ പാടില്ല പകല് മുഴുവൻ. ഇത് ഇറച്ചിയും മുട്ടയും കഴിച്ചുകൂടുന്നല്ലേ ഉള്ളു, മീനും. അതിപ്പോ എന്താ കുഴപ്പം? എന്നാലും രാവിലെ നേരത്തെ എണീക്കണം, വെളുപ്പിന് കുളിക്കണം. എൻ്റെ കനക, ഇതൊക്കെ നല്ല കാര്യമല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പോകേണ്ട ഒരു പുണ്യ സ്ഥലമാണ് ശബരിമല. അവിടെ ജാതി മതവ്യത്യാസമൊന്നുമില്ല. ക്രിസ്ത്യാനിക്കാ, മുസ്ലിമിനാ, ഹിന്ദുവിനാ, ആർക്ക് വേണേലും പോകാം. അവിടെ ഹരിവരാസനം പാടി നടക്കണ ആരുടെ പാട്ട് കേട്ടിട്ടാണ്? അതൊക്കെ ശരി തന്നെ. ദാസേട്ടൻ പാടിയ പാട്ടാണ്. അതുപോലെ വാവര് സ്വാമിനെ കാണാതെ 18-ാം പടി ചവിട്ടാൻ പറ്റൂല. മനസ്സിലായില്ലേ? സംഗതിയൊക്കെ ശരി തന്നെ. അപ്പൊ അത് നമ്മൾ പോണം, അതല്ലേ നല്ലത്. അച്ഛൻ പോയിട്ടുണ്ട് മുമ്പ്. മറ്റേ തങ്കത്തിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഹലോ, എന്താ മാവാ? ഇപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടേ. അപ്പൊ ഞാൻ അവസാനം സമ്മതിച്ചു. പോവല്ലാണ്ട് വേറെ മാർഗമില്ലല്ലോ, കൊച്ചിനെ കൊണ്ടുപോകണ്ടേ. ഞാനൊരു കാര്യം പറഞ്ഞാലോ, അമ്മാവൻ മാലയിട്ടിട്ട് അമ്മാവനും കൊച്ചും കൂടെ അങ്ങ് പോവോ? അല്ല വല്ല വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരി ശരി. പിന്നെ ഏതായാലും ഇപ്പൊ നോമ്പ് തുടങ്ങാൻ പോവല്ലേ, നമുക്ക് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് കൂടിയാലോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. വേണ്ട 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 വേണ്ട
ഞാൻ പറഞ്ഞതേ ഉള്ളൂ വേണ്ട. ആ ഓക്കെ 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 ഓക്കെ. ആ ശരി ശരി. എന്താ വരാന്ന് പറഞ്ഞ? ഏയ് വേണ്ട, ചീത്ത പറയണം. ഞാൻ ആ ക്ലീറ്റസിനോട് കൂടെ വരണം എന്ന് പറഞ്ഞാണ്, പക്ഷെ കേൾക്കണ്ടാവും, വരുന്നില്ല. നല്ല കാര്യമായി. എന്നിട്ട് വേണം ശബരിമലയിൽ അയ്യപ്പന്റെ ഭണ്ണാരത്തിൽ അവൻ കൈയിട്ട് വരാൻ. നീ വേറെ പണി നോക്ക്. കനക ഇതിലെന്തിനാ ഇത്ര ആലോചിക്കാനിരിക്കണ? നീ ഇനി ഒന്നും ആലോചിക്കണ്ട. ഇത് നല്ല കാര്യമാണ്. നിനക്കും കുടുംബത്തിനും നല്ലതേ വരുള്ളൂ. പോകാൻ തീരുമാനിക്കുന്നേ. ആ മല ചവിട്ടി കയറേണ്ടതല്ലേ? ആ അപ്പൊ ഇതൊക്കെ ഒരു ശീലാണ്. ഇങ്ങനെ നടന്ന് നടന്ന് കാലൊക്കെ ശരിയാവണം. അതെ, നോമ്പ് തുടങ്ങിയിട്ട് 10-38 ദിവസമായി. പക്ഷേ ഇവൾക്ക് ഇപ്പോഴും ചെരുപ്പിടാതെ നടക്കാൻ വയ്യ. കാലില് കല്ലുകുത്താണ്. അങ്ങനെ കല്ലുകുത്തുന്ന ആളെ എങ്ങനെ മല കയറും? പറഞ്ഞ സ്വാമി ശിക്ഷിക്കൂട്ടോ. അപ്പൊ എങ്ങനെയാ മല കയറണ എങ്ങനെയാ? അതിനൊരു വഴിയുണ്ട്. സ്വാമി മാമൻ എന്നെ എടുക്കും. അതൊന്നും നടക്കൂല. എടി സ്വാമി മാമൻ നിന്റെ അടുത്ത് അപ്പ വീഴും. അങ്ങനെ പറയരുത് കേട്ടോ മോളെ. കാല് വേനെടുത്ത അപ്പ തന്നെ സ്വാമിയെ ശരണയ്യപ്പ പെട്ടെന്ന് മാറും. ഇല്ലാന്ന് വെറുതെ പറയുന്നതാണ് അവള്. അല്ല ഇനിയിപ്പോ ഈ കെട്ട് നിറക്കുള്ള സാധനങ്ങളൊക്കെ നമ്മള് വേഗം നോക്കണ്ടേ? വാങ്ങണം. തേങ്ങയുടെ കാര്യം എന്താ അമ്മാവൻ പറഞ്ഞു? തേങ്ങ അമ്മാവൻ കൊണ്ടുവന്നോളൂ. എല്ലാരും വിളിക്കണം കേട്ടോടാ. എല്ലാരും വിളിക്കണം. എല്ലാരും എന്ന് പറഞ്ഞാൽ ആരാ? സ്വാമിമാരെല്ലാരും ഉണ്ടാവും, വേറെ ആരാ? നമ്മളെ അടുത്ത ബന്ധുക്കാരെയൊക്കെ വിളിക്കണം. പിന്നെ വേണ്ട, ഇവള് ആദ്യമായിട്ട് പോവല്ലേ? ആ ക്ലീറ്റസിന്റെ വീട്ടിൽ പറഞ്ഞോ? പറയണം. വരുവോ? അവരോട് വരാൻ പറ, അവരുടെ അനുഗ്രഹം വേണ്ടേ? ഇവിടെ എന്ത് കാണിക്കുവേ? ചുമ്മാ ഇരി മോളെ. അതെ, ഇവിടെ വെച്ചാണ് കേട്ടത്. എന്താ വേണ്ടത്? ഒന്നുകിൽ ഇവിടെ വെച്ച് പണിച്ചാ ഇവിടെ വെച്ച് ഇപ്പോഴേ പറയണം നമ്മള്. ഇവിടെ വെച്ച് മതി എന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെ, ഇവിടെ മതി. ഇവിടെ ആകുമ്പോ ശാസ്താംപാട്ടും കഴിഞ്ഞ്. ശാസ്താംപാട്ടൊന്നും വേണ്ട. പക്ഷേ അത് സ്വാമിമാരെല്ലാരും കൂടെ കൂടിയിട്ട് ഇരുന്നിട്ട് വിളിക്കുമ്പോഴുള്ള അത് മതി. എന്താടാ ശാസ്താം? അതിനൊക്കെ പൈസ ഒരുപാട് വരും. കേട്ടപ്പോൾ ആദ്യമായിട്ട് പോവല്ലേട്ടാ. അതിന് പൈസ ഒന്നും വേണ്ട. അമ്മാവനും അമ്മാവന്റെ ടീമും വന്ന് പാടിക്കോളും. അതന്നെ, എന്തെങ്കിലും ചെറുത് കൊടുത്താ മതി. ആ അമ്മാവന്റെ ആൾക്കാര് വരും. സ്വാമി ശരണം. കാർത്തികை மாதம் மாலை அணிந்து நேர்த்தியாகவே விரதம் இருந்து பார்த்த சாரதி மைந்துனை உன்னை பார்க்க வேண்டிய தவம் இருந்து கார்த்திகை மாதம் மாலை அணிந்து நேர்த்தியாகவே விரதம் இருந்து பார்த்த சாரதி மைந்துனை உன்னை பார்க்க வேண்டிய தவம் ഇഷ്ടം. അയ്യോ എങ്ങനെയുണ്ടല്ലോ വ്രതമൊക്കെ? നല്ല സുഖം. ആ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ നോമ്പ് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നല്ല സമാധാനം. അത് നേരാ. എനിക്കും ഇപ്പൊ നല്ല സമാധാനം. എന്റെ കുറെ അവയവങ്ങൾക്കുണ്ടല്ലോ എന്ത് റെസ്റ്റാന്ന് അറിയാമോ? പ്രത്യേകിച്ച് നാക്കിനും കാതിനും ഒക്കെ. ഓ കാതൊക്കെ നാക്കിപ്പോഴും പണ്ടത്തെ പോലെ തന്നെ. അതെ, നാക്കിന് റെസ്റ്റ് ഉണ്ടല്ലോ നീ അങ്ങോട്ട് വാ, ഞാൻ കേൾപ്പിച്ചേരാടി. പിന്നെ എന്തൊക്കെയായാലും വ്രതം എടുത്തതുകൊണ്ട് നല്ലതാ. മൊത്തത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു വീടിന് തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് എന്ത് പറഞ്ഞാലും അളിയ വ്രതം എടുത്തേ പിന്നെ നല്ല സമയമാണ്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നുണ്ട്, ഒരു തടസ്സവും ഇല്ലാതെ. അത് നടക്കണതിനനുസരിച്ച് ഓരോരോ കോംപ്ലിമെന്റുകളും ഗിഫ്റ്റുകളും. ഇത് ഗിഫ്റ്റാ ഇച്ചിരി കാട കാട ഇന്നൊരാളുടെ കോഴിക്കടക്കാരൻ്റെ സംഭവം ശരിയായി കൊടുത്തതിന്, അവന്റെ സംഭവം ശരിയായി കൊടുത്തതിന് കാടയും കാട പുറത്തേക്ക് വെച്ചേ. ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ല, പുറത്ത് വെക്കാൻ. ഇവിടെ വ്രതം എടുത്തിരിക്കുന്ന രണ്ടുപേരെ കണ്ടോ? അതങ്ങ് പുറത്ത് വെച്ചോ. ഞാനും പുറത്ത് വെക്കണോ ഇനി? നിങ്ങൾ എന്താ വീട്ടിൽ കാണിച്ചത്? നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളേ? ഈ വ്രതം തീരണവരെ ഈ സാധനം ഒന്നും പരിക്കകത്ത് കയറ്റരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എടി അതിപ്പോ ഒരാൾ സന്തോഷത്തോടെ ഫ്രീ ആയിട്ട് തരുമ്പോ പിന്നെ അത് ഞാൻ കളഞ്ഞിട്ട് വരാൻ പറ്റും. കളഞ്ഞിട്ട് തന്നെ ചത്തതിനെയോ കൊന്നതിനെയൊക്കെ പിടിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നേക്കുക. അയ്യോ ഇതെന്താണ് ഈ പറയണത്? ഞാനും പിന്നെ എന്താ പട്ടിണി കിടക്കണോ? നിങ്ങൾക്ക് തിന്നില്ലാന്ന് ചത്തൊന്നും പോവില്ല, പച്ചക്കറി കൂട്ടി തിന്നണം. പച്ചക്കറിയൊക്കെ അങ്ങ് പള്ളിക്കെന്ന് പറഞ്ഞാൽ ഞാനൊരു നല്ല സത്യക്രിസ്ത്യാനിയാണ്. എനിക്ക് ഇറച്ചി മീനും ഒക്കെ ഇല്ലാതെ പറ്റില്ല. ഇവിടെ പറ്റില്ല. അത് ഇവിടെ പറ്റണ്ട, അപ്പുറത്ത് പറ്റുമല്ലോ നമ്മുടെ വീട്ടിൽ. അപ്പുറത്ത് പറ്റില്ല, പേരക്കകത്ത് കേട്ടിട്ടുണ്ട് ഈ ക്ലീറ്റോ. പിന്നെ പെരക്കാത്തിട്ട് നീ എന്തോ ഈ മര്യാദ വേവിച്ചാടി. ഞാനോ? നടന്നതാ. എന്റെ
നമ്മുടെ കൊച്ചിങ്ങനെ ഇരിക്കുമ്പോ ക്ലീറ്റോനെ തിന്നാൻ തോന്നണ്ടല്ലോ ക്ലീറ്റോ. കൊച്ചിനെ ഞാൻ അവള് മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം അവർക്ക് ഞാൻ ചാകരയാണ്, ഫുഡിന്റെ ചാകര എല്ലായിട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരക്കകത്ത് കയറ്റരുത്, എന്റെ പാത്രങ്ങളും എടുക്കണ്ട. പുറത്ത് മുറ്റത്ത് അടുപ്പ് കൂട്ടി എവിടെന്നാ വെച്ചാൽ പാത്രം എടുത്തിട്ടോന്ന് ചെയ്തോ. നിന്റെ പാത്രം വേണ്ട, ഒരു കുന്തവും വേണ്ട, എനിക്ക് അന്തസ്സായിട്ട് വെളിയിൽ അടുപ്പിലിട്ട് ചുട്ട് തിന്നാൻ അറിയാം. പിന്നെ ഇതിന്റെ എല്ല് ചവയ്ക്കാൻ വരണം കേട്ടാ, എല്ല് ഭയങ്കര ടേസ്റ്റാ ചവച്ചരച്ച് തിന്നാൻ. എന്ത് ചെയ്താ മതിന്നാ ഞാൻ ആലോചിക്കണേ. അമ്മ കാടാന്നത്തെ ചെറിയ കോഴിയാ? കോഴിയല്ല മോനെ, അതി ഒരു പക്ഷി അല്ലേ? കോഴി, ആ, ഒരു ജാതി കോഴി. അമ്മേനെ പറഞ്ഞ കോഴിയല്ലെന്ന്. കോഴി അല്ലാന്ന് പറഞ്ഞ കോഴീനെ പോലെയൊക്കെ ഇരിക്കും, പക്ഷെ അത് ഈ വലിയ ആൾക്കാർ, ഈ കാടന്മാരെ പോലെയുള്ള ആൾക്കാരൊക്കെ തിന്നുള്ളൂ, നമുക്കൊന്നും തിന്നാൻ കൊള്ളൂല. നീ എന്തിനാ വെറുതെ അവനുമായിട്ട് ഈ ശണ്ട പിന്നെ കൂടാ? ഇതിന്റെ ഈ വർത്താനത്തിന് എന്ത് പ്രവൃത്തിയാണ് ഇപ്പൊ ഈ ചെയ്യണത്? നീ ഒരു കാര്യം ചെയ്യും, പറ്റുമെങ്കിൽ പോയിട്ട് അവനത് ചെയ്തു കൊടുക്ക്. ഞാനോ? ഞാൻ ചെയ്യും കൊറേ. ഈ വകതിരിവില്ലാത്ത മനുഷ്യന്റെ കൂടെ ഇറങ്ങി വന്നത് എന്റെ കഷ്ടകാലം. തമാശ കളിക്കരുത്. ആ, തമാശ കളിക്കും. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇന്ന് ഇറച്ചി മീൻ കേട്ടരുതെന്ന്? എടി ഇറച്ചി മീനും നിങ്ങളാരും തിന്നായിരുന്നാ മതി, എനിക്ക് തിന്നൂടെ? നിങ്ങൾ തിന്നായി ഞങ്ങൾ ഇവിടുത്തെ പാത്രം എടുക്കാൻ സമ്മതിക്കൂല ഞാൻ. എടാ ഈ പാത്രത്തിനും ഉണ്ടോ വ്രതം? ആ ഉണ്ട്. നീ കളിക്കരുത്. ഞാൻ കാര്യമായിട്ട് ക്ലീറ്റോനോട് പറഞ്ഞത് ഈ പാത്രത്തിൽ ഇറച്ചി മീനും വെക്കാൻ ഞാൻ സമ്മതിക്കൂല. ഒരു കാര്യം ചെയ്യും, ഈ പാത്രം ഇപ്പൊ ഞാൻ വെച്ചാൽ നമുക്ക് പുതിയ പാത്രം വേണ്ട കൊണ്ടുവരാൻ കഴിയും, വേണ്ട വേറെ വേണ്ട. വാങ്ങാം. ക്ലീറ്റോ നിങ്ങളൊരു അച്ഛനല്ലേ ക്ലീറ്റോ? ആ പെങ്കൊച്ചിന് ഒരു സാധനം തിന്നാൻ പറ്റാതെ അത് അവിടെ ഇരിക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണ് തൊണ്ടേന്ന് ഇറങ്ങിപ്പോവും? ഞാൻ അച്ഛനപ്പുറം ഒരു മനുഷ്യനാണ്, ചോരയും നീരുമുള്ള. എനിക്ക് പിന്നെ വിശക്കുമില്ല. ഈ ചോര നീരുള്ള മനുഷ്യൻ ഇത്ര നാളിന്റെ കൊതിയൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത് കനകം വ്രതം എടുത്തു കഴിഞ്ഞപ്പോ കൃത്യമായിട്ട് എങ്ങനെ ഇതിങ്ങനെ ഇറച്ചി മീനും തിന്നാൻ എത്ര പൂതി വന്നത് നിങ്ങൾക്ക്? ഇനിയിപ്പോ അങ്ങനെ ഒന്ന് വ്യാഖ്യാനിച്ചോ? എടി ഓരോരുത്തന്മാർ ഇപ്പോഴാണ് എനിക്ക് ഓരോ ഇത് സാധനം ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്, അപ്പോഴെനിക്ക് ഇത് വേവിക്കാൻ പറ്റൂ? കണ്ടില്ല എന്ന് വെച്ചാൽ മതി. അങ്ങനെ കണ്ടില്ലാന്ന് വെക്കാനൊന്നും പറ്റില്ല. നീ കളിക്കാതെ പാത്രം കണ്ടത് ദേ. തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. ഇവിടെ വെച്ച് ഇത് വെക്കാൻ ഞാൻ സമ്മതിക്കയില്ല. ഞാൻ ഈ പാത്രം എല്ലാം അവിടെ എടുത്ത് അടിച്ചു പഠിച്ചു വല്ല ആഗ്രഹക്കാർക്കും കൂടെ കേട്ടാ. അത് നിങ്ങൾ മേടിച്ചു വെച്ചേക്കണതല്ലോ. നീ മാത്രം മേടിച്ചൊന്നുമില്ല, എന്റെ പൈസ ഉണ്ട് കുറച്ച്. എവിടെയാ കേസ് കൊടുക്കൊണ്ട്? തരൂല അല്ലേ? ഇല്ല തരൂല. തരൂലല്ലോ? തരില്ല. നീ പുഴുങ്ങി തിന്നടി. ആദ്യം ഞാൻ എന്തെങ്കിലും ചെയ്തോ. ഞാനേ പക്ഷെ ഇതൊന്നും ഇവിടെ വേവിച്ച് തിന്നിരിക്കുന്നു. ആ വേവിച്ചു തിന്നാ പുറത്തിട്ട്. പുറത്തിട്ട് ഞാൻ ചുട്ട് തിന്നു, ചുട്ട്. ആ കാട്ടുമാക്കാനൊക്കെ അങ്ങനെ എന്തൊക്കെ തിന്നു. കാട്ടുമാക്കാൻ നിന്റെ തന്ത. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ? എന്നാ നിന്റെ ആങ്ങള. അയ്യോ സ്വാമി, എന്റെ ദൈവമേ, നിങ്ങൾ ശാപം വിളിച്ചു വെക്കാൻ വേണ്ടി തന്നെ ജനിച്ചേക്കണാണോ മനുഷ്യ? പറഞ്ഞേ സ്വാമി. സ്വാമി സ്വാമി ഒന്ന് വന്നേ. ശരണമയ്യപ്പ. എന്താ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്താ വയ്യായിക? മിണ്ടണില്ല. അതെന്താ? അറിയില്ല. പനിക്കുന്നുണ്ടോ? പിന്നെ ഇപ്പൊ അരിയിട്ട മലരാവും. ഭയങ്കര പനി, കണ്ണുറക്കണില്ല. അതെന്താന്നറിയാമോ? ഇന്നലെ മറ്റേ കാടഫ്രൈ ഇല്ലേ, അതെല്ലാം കൂടെ വലിച്ചു വാരി കയറ്റിട്ട് വയറ് സ്തംഭിച്ചിട്ടുണ്ടാവും. അല്ല അല്ല സ്വാമി, വർത്താനം ഒന്നും പറയുന്നില്ല. അത് ഉറഞ്ഞിരിക്കും, എണീറ്റോ? അല്ല ഞാൻ മുള്ളൊക്കെ ഉണ്ടോ? വാ ഒന്ന് പോയി നോക്കാ. സ്വാമി ശരണമയ്യപ്പ, നടക്ക് നടക്ക്. ക്ലീറ്റോ, 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 ക്ലീറ്റോ ചേട്ടാ, ക്ലീറ്റോ ഒന്ന് നോക്കിയേ. ഇതെന്താ പറ്റിയേ? നല്ല പനി. എന്താ ചെയ്യണ്ടേ? ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടു. വണ്ടി വിളിച്ചിട്ട് വാ. ഒന്ന് എണീപ്പിച്ചോ. എണീക്ക്, പതിയെ എണീക്ക്. വണ്ടി വിളിക്കണ്ടേ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ വണ്ടി വിളിച്ചിട്ട് വരാം. വേഗം വിളിക്ക്, വേഗം വിളിച്ചോ. ക്ലീറ്റോ ഒന്ന് നോക്കി, എന്നെ നോക്കി. ക്ലീറ്റോ എന്താ തണുക്കണ? അപ്പൊ നാളെ പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എങ്ങനെയാണ് കാര്യങ്ങള്? ഒന്നുമില്ല, നാളെ ഉച്ചക്കാണ് കെട്ടുന്നറ. ആ നീ ഇനി നാളെ ഓഫീസിൽ പോകുന്ന വേണ്ട, ലീവ് എടുത്ത് തന്നിട്ട് പോരും. അങ്ങനെ പോയാലും ഒരു 10-35 പേര് സ്വാമിമാരുണ്ടാവും, പിന്നെ നമ്മുടെ വീട്ടുകാരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാരും കൂടി ഇവിടെ വരുമോ? എല്ലാരും കൂടി ഇവിടെ വരുമോ? എല്ലാവരും ഇവിടെ വരും. ഇവിടെ ലാസ്റ്റാണ്. അപ്പൊ ഈ ഞാൻ വിചാരിച്ച എന്താണെങ്കിൽ കെട്ടുനിറ കഴിഞ്ഞിട്ട് നേരെ ശബരിമലയിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരാമെന്നാണ്. പക്ഷെ ഈ സ്വാമിമാരൊക്കെ പറയണത് ഈ അമ്പലങ്ങളിലൂടെയൊക്കെ പോയി എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തിയിട്ട് പോകാന്നുള്ള അഭിപ്രായക്കാരാ. അപ്പൊ പിന്നെ അതിന് കൂടെ നിൽക്കാതിരിക്കാൻ പറ്റില്ല. ശരി, അപ്പൊ ഒരാഴ്ച എടുക്കും തിരിച്ചു വരാൻ? ഒരാഴ്ചയല്ല, 4 ദിവസം. 3 ദിവസം.
അപ്പൊ 2-3 ദിവസം തക്കിളി നടക്കുമോ ഇതൊക്കെ ചുമന്നിട്ട്? കുഴപ്പമില്ല, എന്റെ ഫ്രണ്ട് ഉണ്ട്. ആ കൂട്ടത്തിലുണ്ടല്ലേ? ആ ജമന്തി, ഉമ്മ കുറച്ച് തേങ്ങ തന്നു വിട്ടിട്ടുണ്ടായി അന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് പറ്റുമോന്ന് നോക്ക്. ഉണങ്ങിയത് വേണോന്ന് പറഞ്ഞോണ്ട് അത് മാത്രമാണ് കൊണ്ടുവന്നത്. കുഴപ്പമില്ല, അമ്മാവനും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടില്ലേ? ഇതിനാണ് ഇത്ര ഒരുപാട് തേങ്ങയൊന്നും വേണ്ടല്ലോ. അല്ല ഇതില് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ നമുക്ക്. ഫാസിലും കൂടി വേണേ പോവായിരുന്നു. പോണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ രണ്ടുപേരും കൂടി ലീവ് എടുത്തു പോയാൽ പിന്നെ ഓഫീസിലാകെ ബുദ്ധിമുട്ടാവും. പിന്നെ ഞാൻ എൻ്റെ നേർച്ചയൊക്കെ അവൻ്റെ കൊടുത്തു വിടണ്ടല്ലോ. ഇന്ന് വൈകിട്ട് തന്നെ പന്തലിടാൻ ആള് വരും കേട്ടോ. പിന്നെ നീ ഒരു കാര്യം ചെയ്യണം, നാളെ ഉച്ചവരെ ലീവ് എടുത്തു. അല്ലാതെ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് വന്നാ പോരെ? കിട്ടി നടക്കണ ഉച്ചക്കല്ലേ. അതെന്ത് ഉച്ച കഴിഞ്ഞ് വന്നിട്ട് എന്താ കാര്യം? അത് ഞാൻ പറഞ്ഞിട്ട് വേണ്ട പോലെ ചെയ്തോളാം, കുഴപ്പമില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഈ തങ്ക ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞേ? വിളിച്ചോ? ഇപ്പൊ വരൂന്നല്ലേ പറഞ്ഞേ. ഇതെന്താ വരാത്ത പോലും? നിസ്സാര പ്രശ്നമായിരിക്കുള്ളൂ. നിസ്സാര കാര്യം എന്തെങ്കിലും ആയിരിക്കുള്ളൂ. അവന് എന്തൊക്കെയോ തിന്ന് കയറ്റിയിട്ടേ വയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. എനിക്കതാ തോന്നുന്നത്. അവന് കുഴപ്പമൊന്നും ഉണ്ടാവൂലെന്ന്. അതൊക്കെ പോരും പെട്ടെന്ന്. ഇനി ഇവളെ കൊണ്ടുപോണ ചെലവ് അവൻ വഹിക്കേണ്ടി വരും ഓർത്ത് പോയി ന്യൂട്രൽ നമ്പറിൽ കിടക്കാനും മതി. നിന്റെ ഡാഡി നല്ല മുതലാണ്. അതെ, ഒരു ഓട്ടോറിക്ഷ പറഞ്ഞുണ്ടല്ലോ, അവനാന്ന് തോന്നണം. എത്രയേട്ടാ? എന്തായിട്ടാ? കൊട വേണോ? കൊട എടുക്കണോ? വേണ്ട. മൂക്കിൽ പനി നനയ്ക്കല്ലേ തല. എങ്ങനെയുണ്ട് പള്ളിയാ? അങ്ങോട്ട് കേറിക്കണോ? മഴ നനയുണ്ടാവും. എങ്ങനെയുണ്ട്? ഭാഗ്യത്തിനൊന്നും പറ്റിയില്ലടാ. ന്യൂമോണിയയുടെ ആരംഭാന്ന് ആരറിഞ്ഞത്? ന്യൂമോണിയയുടെ ആരംഭാന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴല്ലേ അറിഞ്ഞത്. അതിന്റെ ഇടയ്ക്ക് അന്ന് കൊണ്ടുവന്ന കാടയും അതും ഇതൊക്കെ ചുട്ടോ വേവിച്ചൊക്കെ തിന്നുകയും ചെയ്തു. കരളിന് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെന്ന്. കരളിന് ഇൻഫെക്ഷൻ ഉണ്ടോ? ഈ ന്യൂമോണിയ വന്നിട്ടേ. അയ്യോ, അപ്പൊ അത് വളരെ സൂക്ഷിക്കണം. പിന്നെ സൂക്ഷിക്കണം. ഇങ്ങോട്ട് കേറിയാ മഴ കൊള്ളണ്ട. മാറി കേറി. അതിപ്പോഴേ ഈ കരളിന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അത് കള്ളുകൂടി കൂടി വേണ്ട. അതെ അളിയാ, നീ ഇനി മദ്യപാനം പരമാവധി കുറക്കണം. ഇല്ലെങ്കിൽ അസുഖം മൂർച്ഛിച്ചിട്ടേ ചിലപ്പോ അവസാനം മരണത്തിന് ഇടയാക്കും ഇത്. ആവും കിട്ടണതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വെറുതെ കിട്ടാന്ന് പറഞ്ഞാൽ കുടിക്കും. അത് പറ്റില്ല. ഇനി പറ്റാതിരിക്കാനൊന്നുമില്ല. 1 വർഷത്തേക്ക് ഒന്നും പാടില്ല. കള്ളുകൂടിയില്ല, ഇറച്ചിയില്ല, മീനില്ല, മുട്ടയില്ല, ഒന്നുമില്ല. പച്ചക്കറി. ഇവനല്ലേ, ഇവന് ഇറച്ചി മീനും ഇല്ലാതെ ഭക്ഷണം കഴിക്കൂലല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പൊ എന്റെ ക്ലീറ്റോ വേഗം അസുഖം മാറാൻ വേണ്ടിട്ട് അടുത്ത വർഷം മല ചവിട്ടാന്ന് നേർന്നിക്ക. ആര്? ഇവനാ? ശബരിമലക്കോ? സ്വാമിയേ Alien versus Alien.